ജലന്ധർ രൂപതയുടെ പുതിയ മെത്രാനായി സ്ഥാനമേറ്റ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ പിതാവ് തൻ്റെ ബാല്യകാലത്തെ ഒരനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ഒരച്ഛനാകണമെന്ന ആഗ്രഹവും മനസ്സിൽ സൂക്ഷിച്ച് പള്ളിയോട് ചേർന്നാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വികാരിയച്ഛൻ്റെ അടുത്ത് പോയി സെമിനാരിയിൽ ചേരാനുള്ള തൻ്റെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ വികാരിയച്ഛൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇത് പറയാൻ താമസിച്ചത്? അപ്പോൾ ആ 10ാം ക്ലാസ്സുകാരൻ പറഞ്ഞു, അച്ഛാ, പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ജയിക്കുകയാണെങ്കിൽ അറിയിക്കാം എന്ന് വിചാരിച്ചു. പിന്നീട് സെമിനാരിയിൽ ചേരാനുള്ള എല്ലാ പിന്തുണയും സഹായവും ആ വികാരിയച്ഛൻ ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അന്ന് 10ാം ക്ലാസ് പാസ്സാകുമോ എന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രൻസ് പരീക്ഷയിട്ടാൽ നമ്മൾ എത്ര പേർ അതിൽ പാസ്സാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്? 100% ഉറപ്പുള്ളവരുണ്ടാകാം, അത്യാവശ്യം പാസ് മാർക്ക് വാങ്ങി അകത്ത് കടക്കാമെന്ന് പ്രതീക്ഷയുള്ളവരുമുണ്ടാകാം. ഇനി ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരാം. ആരാണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല, ജനക്കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ ഈശോയുടെ അടുത്ത് വന്ന് ചെറിയൊരു ചോദ്യം ചോദിച്ചു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന്. എന്തായിരിക്കാം അയാളുടെ ഉദ്ദേശം? നമുക്കറിയില്ല. എങ്കിലും 2 സാധ്യതകൾ ഇവിടെ സൂചിപ്പിക്കാം. ഒന്നാമതായി, മുഖത്ത് അല്പം വിഷമത്തോടെയാണ് അയാൾ ആ ചോദ്യം ചോദിക്കുക. കാരണം 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് താൻ ജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ആ കുട്ടിയെപ്പോലെ ഈ മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. കാരണം ഇതുവരെയുള്ള ജീവിതത്തിൽ തൻ്റെ പ്രകടനം അത്ര നന്നായിട്ടില്ല എന്ന് അയാൾക്കറിയാം. ഒരു പരാജയഭീതിയും പുറന്തള്ളപ്പെട്ടതിൻ്റെ വിഷമവും എല്ലാം അയാളുടെ മുഖത്തുണ്ട്, മനസ്സിലുണ്ട്. എൻ്റെ തെറ്റുകുറ്റങ്ങളും ഇതുവരെയുള്ള പാപങ്ങളും മോശപ്പെട്ട ജീവിതവും കാരണം എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ടാകാം. സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് നിരന്തരം അർഹരായി മാറുകയാണ് എന്ന് സ്വയം ചിന്തിക്കുന്നവരുമുണ്ടാകാം. എന്നാൽ തൻ്റെ അയോഗ്യതകൾ കൊണ്ട് താൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ. കാരണം നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം ആരുടെ മുൻപിലും കൊട്ടിയടയ്ക്കുന്നില്ല. അവിടുന്ന് ക്ഷമിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം ഈശോ പറയുന്നുണ്ട്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ആളുകൾ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, ആ വലിയ സമൂഹത്തിൽ നമ്മളുണ്ടാകുമെന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ടാകുമെന്ന്. ഇനി 2ാമത്തെ സാധ്യത ഇതാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വിഷമത്തിന് പകരം അമിതമായ ആത്മവിശ്വാസമാണ്. അല്പം അഹങ്കാരവുമുണ്ട്. കാരണം എല്ലാവരുടെയും മുൻപിൽ നല്ല മതിപ്പുള്ള താൻ തീർച്ചയായും സ്വർഗത്തിൽ പോകുമെന്ന് അയാൾക്കുറപ്പാണ്. ഇതുപോലെ ഇന്ന് ചിലർ ചിന്തിച്ചേക്കാം, ഞാൻ മിക്കവാറും ദിവസം പള്ളിയിൽ പോകുന്നുണ്ട്, സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മയിലും വചന ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ട്, ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ പോരെ സ്വർഗത്തിൽ പോകാൻ? പോരാ എന്നായിരിക്കും ഈശോയുടെ മറുപടി. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ഈശോയുടെ നാമത്തിൽ പല കാര്യങ്ങളും ചെയ്തുവെന്ന് അവകാശപ്പെടുന്നവരോട് അവിടുന്ന് പറയുന്ന മറുപടി ഇതാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഈശോയുടെ പേരിൽ അല്ലെങ്കിൽ ഈശോയുടെ പേരും പറഞ്ഞ് അവർ ചെയ്തു കൂട്ടിയതെല്ലാം ബാഹ്യമായ കുറേ കാര്യങ്ങളായിരുന്നു. അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ അറിയുന്നില്ല, അവർ പറയുന്നില്ല. പുറമെയുള്ള പ്രഹസനങ്ങളെക്കാൾ അകമയുള്ള പരിവർത്തനങ്ങളാണ് ഈശോ ആവശ്യപ്പെടുന്നത്.
സ്വർഗത്തിൽ ആരൊക്കെ പ്രവേശിക്കും, ആരൊക്കെ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഒന്നാമതായി, എനിക്കവിടെ സ്ഥാനമുണ്ടാവില്ല എന്ന നിരാശ വേണ്ട. രണ്ടാമതായി, എന്തു വന്നാലും എനിക്കവിടെ സ്ഥാനമുണ്ട് എന്ന അഹങ്കാരവും ഉപേക്ഷിക്കുക. കാരണം ഇവ രണ്ടും പരിശുദ്ധാത്മാവിനെതിരായ ഒന്നും രണ്ടും പാപങ്ങളാണ്. നാം ചെയ്യേണ്ടത് ഇതാണ്: സുവിശേഷത്തിൽ കാണുന്ന ഈശോയെ നോക്കി അവിടുന്ന് കാണിച്ചു തന്ന സ്നേഹവും ക്ഷമയും എളിമയും ത്യാഗവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശീലിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ സ്വർഗത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ ദൈവം നമ്മയും അനുവദിക്കും, അനുഗ്രഹിക്കും.